വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മുട്ട ഒന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ മിക്സിയിലേക്ക് നമുക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.25 കപ്പ് പഞ്ചസാരയും 4 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കണം. മുട്ട നന്നായിട്ട് പതഞ്ഞ് വരണം. മിക്സിയിൽ അടിക്കണം നിർബന്ധമൊന്നുമില്ല, കൈവച്ചിട്ട് അടിച്ചെടുത്താലും മതി. പക്ഷേ മിക്സിയിൽ അടിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഞാൻ അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുട്ടൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. ആദ്യം നമുക്ക് 2 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ആക്കാം. ആ ബേക്കിംഗ് സോഡ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഇനി മൈദ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യം തന്നെ കുറേ മൈദ ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ ഒരു 2.5-3 കപ്പിനടുത്ത് മൈദ ഇപ്പോൾ ആവശ്യം വരും. ഞാൻ അവസാനം പറയാം എത്ര ആവശ്യം വന്നു എന്ന്. ഇപ്പം ഇതിൻ്റെ മാവ് ശരിയായൊന്നുമില്ല, മൈദ ഇനിയും ചേർക്കണത്രേ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നെയ്യും യൂസ് ചെയ്യാം. ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള മൈദ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ഡോ ആകുന്നവരെ കുഴച്ചെടുക്കണം. കൈക്ക് ഒട്ടിപ്പിടിക്കാനൊന്നും പാടില്ല, പക്ഷെ മാവ് അത്ര ഹാർഡാകാനും പാടില്ല. നല്ല സോഫ്റ്റ് ആയിരിക്കണം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഈ മാവ് ഈ ഒരു പരുവത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കൊരു 3.25 കപ്പിനടുത്ത് മൈദ ആവശ്യം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ്. പിന്നെ ഈ ഒരു കേക്കിന് ചില ഏരിയയിൽ റവ ചേർക്കാറുണ്ട്. എൻ്റെ ഉമ്മ ചെയ്യുന്ന റെസിപ്പിയിൽ റവ ചേർക്കാറില്ല. അപ്പോൾ ഉമ്മാൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ പരത്തുന്നതിന് മുകളിൽ കുറച്ച് നെയ്യ് തടവണം. എന്നിട്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. ചപ്പാത്തി പോലെ നൈസായിട്ട് പരത്താൻ പാടില്ല, കുറച്ച് കട്ടിയോടെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യാറുള്ളത്. ആദ്യം ഇങ്ങനെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കട്ട് ചെയ്തതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. ഞാനിങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഞാനങ്ങനെ കട്ട് ചെയ്ത പാട് ഫ്രൈ ചെയ്യുക ചെയ്യാറ്. ഇനി ആ കട്ട് ചെയ്തത് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിൽ കുറച്ച് ഗീ തടവി കൊടുക്കണം. എന്നിട്ട് ഓരോന്നായിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കുറച്ച് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കല്യാണം അങ്ങനത്തെ ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് വലിയ കേക്കാണ് കിട്ടാറുള്ളത്. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ചെറുതാക്കിയാൽ മതി. ഞാൻ ആദ്യം ഒരു ബാച്ച് ഫ്രൈ ചെയ്തു, അന്നേരം വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചാണ്. കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാം. എന്നിട്ട് ഒന്ന് ചൂടായ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഓരോരോ കേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മുടെ കേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇട്ട വശം തന്നെ അതൊരു ബ്രൗൺ കളറായി പോകും. ഉള്ളിൽ കുറച്ച് വേവാനുണ്ടാവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക കുറച്ച് സമയം. എന്നിട്ട് കളർ ചേഞ്ച് വരുമ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കളർ ചേഞ്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് ഫുള്ളായിട്ടൊന്ന് ബ്രൗൺ കളർ ആക്കിയതിന് ശേഷം നമുക്ക് ഓയിലിൽ നിന്നും മാറ്റാം. ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് മാറ്റിയാൽ നമുക്ക് 1.5 മാസം സുഖമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ. നോമ്പിന് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയും കൂടിയായിരുന്നു ഇത്. എനിക്ക് നോമ്പിന് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്തായാലും നോമ്പ് കഴിഞ്ഞിട്ട് അത്രയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്